السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വാലിഹീങ്ങളിലും സജ്ജനങ്ങളിലും അള്ളാഹു നമ്മോട് പെടുത്തി തരട്ടെ. അള്ളാഹുവിൻ്റെ ഖളായിലും തൃപ്തിപ്പെടുക, അള്ളാഹുവിന് തൃപ്തിപ്പെടാനുള്ള വിശാലമായ ഈമാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ. അതിൻ്റെ കുറേ ചരിത്രങ്ങളും കഥകളുമാണ് ഇന്നലെ പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. ഇമാം ഷിബിലി റഹ്മഹുല്ല വലിയ മഹാനായിട്ട് അറിയപ്പെടുന്ന ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ആദ്യകാല പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവരെ ജയിലിലിട്ടു. മാരിസ്ഥാനിൽ ഒരു ജയിലിൽ അദ്ദേഹത്തെ തടവിലിട്ടു. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കുറച്ച് ആളുകൾ കാണാൻ പോവുകയാണ്. ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കുറേ കല്ലുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. കല്ല് കൂട്ടി വെച്ചിട്ടുണ്ട് ജയിലിൽ. അപ്പോൾ ഈ കാണാൻ ചെന്ന ആൾക്കാരോട് ചോദിച്ചു, മന്നത്ത് നിങ്ങൾ ആരാണ് ചോദിച്ചു, നിങ്ങളാരാണ്? അപ്പോൾ പറഞ്ഞു, മൊഹിബൂക്ക, നിങ്ങളെ ഇഷ്ടക്കാരാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ഇഷ്ടക്കാരാണ്, നിങ്ങളെ കാണാൻ വേണ്ടി വിഷമം കൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ ഈ കല്ല് പൊട്ടിച്ചതെന്നറിയോ? ഫഅഖ്ബൽ അലൈഹിം യർമീഹിം ബിൽ ഹിജാറ. ഈ കല്ലെടുത്ത് എറിയാൻ തുടങ്ങി. അവരെ കല്ലെടുത്ത് എറിഞ്ഞ് ആട്ടാൻ തുടങ്ങി. അവരെ കൊണ്ടു എന്നല്ല പറയുന്നത്, ഓടി രക്ഷപ്പെട്ടു. ബഹുമാനപ്പെട്ടവന് പറഞ്ഞു, മാലക്കും ഇദ്ദായിത്തും മഹബ്ബത്തീൻ സദഖത്തും ഫസ്ബിറു അലാ ബലായി. നിങ്ങളെൻ്റെ ഇഷ്ടക്കാരാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വിഷമിച്ച് നടക്കല? നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ എൻ്റെ ഇഷ്ടക്കാരായ നിങ്ങൾ ചെയ്യേണ്ടത് ക്ഷമിക്കുകയാണ് വേണ്ടത്. എനിക്കുള്ള ഈ പരീക്ഷണത്തിൽ നിങ്ങൾ ക്ഷമിക്കുകയാണ് വേണ്ടത് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിൻ്റെ മഹബത്തിൽ ലഹരി ബാധിച്ച, ദുന്യാവ് മറന്നുപോയൊരു മഹാനായിരുന്നു മഹാനായ ഷിബിലി റഹ്മഹുല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖളായിൽ തൃപ്തിപ്പെടുക. ഒരു ഇമാമ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു സ്വർണത്തിൻ്റെ വിരലാണുള്ളതെങ്കിൽ നല്ല യുസീറുബിഹ, ആൾക്കാരോടൊക്കെ നിങ്ങൾ ആ സ്വർണ്ണ വിരൽ കാണിച്ചിട്ടായിരിക്കും ചൂണ്ടിക്കാണിക്കുക. ഒരു വിരലിൽ തളർച്ചയുണ്ടെങ്കിൽ, കുഴഞ്ഞു പോയ വിരലാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും? അതിങ്ങനെ മറച്ചു പിടിക്കാൻ ശ്രദ്ധിക്കും. പക്ഷേ അള്ളാഹുവിൻ്റെ അടിമൻ്റെ മുന്നിൽ സ്വർണത്തിൻ്റെ വിരൽ കിട്ടിയാലും ശേഷിയില്ലാത്ത വിരൽ കിട്ടിയാലും തുല്യമായിരിക്കും. അപ്പോഴേ അള്ളാഹുവിൻ്റെ ഖദർ ഖളായിൽ തൃപ്തിപ്പെട്ടവനാവുകയുള്ളൂ എന്ന് പറഞ്ഞു. മഹാനായ സരിയ്യ സഖ്തി റഹ്മഹുല്ല വലിയ ആലിമാണ്. ഹിജ്റൻ്റെ തുടക്കത്തിൽ, ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ അറിയപ്പെട്ട വലിയ മഹാനാണ്. അങ്ങാടിയിൽ, ബഹുമാനപ്പെട്ടവരുടെ അങ്ങാടിയിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി. അങ്ങാടി മൊത്തം കരിഞ്ഞു. പക്ഷേ ബഹുമാനപ്പെട്ട സരിയ്യ എന്നവർക്കൊരു കച്ചവടം ഉണ്ടായിരുന്നു. ആ പീടിക മാത്രം കരിഞ്ഞില്ല. ആൾക്കാർ ചെന്നിട്ട് മൂപ്പരോട് ഓടിച്ചെന്ന് പറഞ്ഞു, അങ്ങാടിയിലെ മുഴുവൻ പീടികയും കത്തിക്കരിഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പീടികക്കൊന്നും പറ്റിയിട്ടില്ല. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു മൂപ്പർ. സരിയ്യ സഖ്തി റഹ്മഹുല്ല അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ബഹുമാനപ്പെട്ടവർക്ക് ബോധം തിരിച്ചിട്ടിയത്, ഒരു തിരിച്ചറിവുണ്ടായത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കൈഫ ഖുൽതു അൽഹംദുലില്ലാഹി അലാ സലാമതി ദൂനൽ മുസ്ലിമീൻ. എൻ്റെ പീടിക മാത്രം കത്താതെ രക്ഷപ്പെട്ടതിന് ഞാനെങ്ങനെയാണ്, മുസ്ലിമീങ്ങളുടെ പീടികയൊക്കെ കത്തി എൻ്റേത് കത്താതെ രക്ഷപ്പെട്ടതിന് ഞാനെങ്ങനെ അൽഹംദുലില്ലാ പറയാം? അത് മോശമായിപ്പോയി, തെറ്റായിപ്പോയി എന്ന് പറയുകയും ആ കച്ചവടം അവസാനിപ്പിച്ചിട്ട് ജീവിതകാലം മുഴുവനും ഒരു അൽഹംദുലില്ലാ പറഞ്ഞതിൻ്റെ പേരിൽ തൗബയും ഇസ്തിഗ്ഫാറുമായി കൂടുകയും ചെയ്തു ബഹുമാനപ്പെട്ടവർ. ഒരു അൽഹംദുലില്ലക്ക് ഇസ്തിഗ്ഫാർ. നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ? നമ്മളെ കാര്യം രക്ഷപ്പെട്ട അൽഹംദുലില്ലാ എന്ന് പറയും. മുസ്ലിമീങ്ങളെ കാര്യം രക്ഷപ്പെട്ടോ അല്ലേ എന്നുള്ള നമുക്കൊരു വിഷയമല്ല.
അപ്പോൾ ഈ മഹബത്ത് അതിന് പരിധിയൊന്നുമില്ല. സ്നേഹം, ഹൃദയത്തിലുള്ള പ്രേമവും സ്നേഹവും താങ്ങാൻ കഴിയാതെ മരിച്ചു പോകുന്ന ആൾക്കാർ വരെ ഉണ്ട് എന്നുള്ളതാണ്. ദുനിയാവിലുണ്ട്, ആണും പെണ്ണൊക്കെ പ്രേമത്തിലകപ്പെട്ടിട്ട് അത് താങ്ങാനാവാതെ മരിച്ചു പോകുന്ന കേസുകളുണ്ട്. എന്നതുപോലെ അള്ളാഹുവിലുള്ള മഹബത്ത് അങ്ങനെ തലക്ക് കത്തിക്കഴിഞ്ഞാൽ ദുനിയാവെല്ലാം മറന്നിങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ ജീവിക്കുന്ന നടക്കുന്ന അവസരങ്ങളുണ്ടാകും. മഹാനായ ശിബിലി റഹ്മഹുല്ലയൊക്കെ അങ്ങനെയുള്ള ഒരു അവസ്ഥയുടെ ഭാഗമായിരുന്നു. ചരിത്രം ഒരു ഭാഗത്തവിടെ നിൽക്കട്ടെ, ധാരാളം ചരിത്രങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ഖദർ ഖദായിൽ തൃപ്തിപ്പെട്ടാലും ദ്വാരിക്കുന്നതിനെതിരല്ല കേട്ടോ. അതുകൂടെ ഞാൻ കൂട്ടത്തിൽ പറയാണ്. അതിനർത്ഥം ഇനി ദ്വാരിക്കണ്ട എന്നല്ല. ദ്വാരിക്കാൻ അള്ളാഹു വേറെ നമ്മളോട് കൽപ്പിച്ചതാണ്. നമ്മളതൊക്കെ തൃപ്തിപ്പെടുന്നതോട് കൂടെ ഇനിയിപ്പോൾ നമ്മൾ എല്ലാം അള്ളാഹിൻ്റെ ഖദർ ഖദായിൽ തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞാൽ തെറ്റും കുറ്റവും ചെയ്താൽ തൃപ്തിപ്പെടണം എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. ആൾക്കാരെന്തെങ്കിലും വേണ്ടാത്തരം ചെയ്യുന്നത് കണ്ടാൽ അവരെ വിലക്കണ്ട എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. മോശപ്പെട്ട കാര്യങ്ങൾ കണ്ടാൽ വിലക്കണം, തെറ്റായ കാര്യങ്ങളോടൊക്കെ വെറുപ്പ് വേണം. അതോടൊപ്പം അള്ളാഹുവിനോട് നമുക്ക് ദ്വാരിക്കും ചെയ്യാം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ദ്വാരിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചത് കൊണ്ടാണ്. ഒരു തെറ്റായ കാര്യം ഇപ്പോൾ ഒരാളിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ അത് അള്ളാഹിൻ്റെ ഖദർ ഖദാഅല്ലേ, ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇടപെടുന്നത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അത്രേ. അങ്ങനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു തെറ്റ് കണ്ടാൽ ഫറദിയ ബിഹി, അത് തൃപ്തിപ്പെട്ടാൽ ഫക അന്നഹു ഖദ് ഫഅലഹു, അത് ചെയ്തവനെ പോലെയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ അള്ളാഹുവിനെ കുറിച്ചൊക്കെ അങ്ങനെ ചർച്ച ചെയ്യുന്ന വേദിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മളൊക്കെ പല തെറ്റും കാണും, കല്യാണത്തിനും ആഘോഷത്തിനുമൊക്കെ. അതിലൊക്കെ മനസ്സിങ്ങനെ തൃപ്തിപ്പെട്ട് ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ അത് ചെയ്യുന്നവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റ് അറിയിച്ചു കൊടുക്കുന്നവൻ തെറ്റ് ചെയ്യുന്നവനെ പോലെ എന്ന് ഹദീസ് കാണാം. അപ്പോൾ ദ്വാരക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എന്തായിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അള്ളാഹിൻ്റെ ഖദർ ഖദാ ആണെന്ന് കരുതിയിട്ട് ഒന്നും ചെയ്യാതെ കുത്തിരിക്കാനും പാടില്ല. നന്മകൾ ചെയ്യുന്നിടത്ത് നമ്മൾ മത്സരിക്കണം. ഖുർആൻ പറഞ്ഞു, വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. അതൊക്കെ അല്ലാഹു തആലക്ക് ഇഷ്ടമാണ്. രണ്ട് കാര്യത്തിലാണ് ഒരാൾക്ക് അസൂയ പാടുള്ളൂ. രണ്ട് കാര്യത്തിലാണ് അസൂയ അനുവദിക്കപ്പെട്ടത്. ഒന്ന്, റജുലുൻ ആതാഹുല്ലാഹു ഹിക്മ, അള്ളാഹു ഇൽമ് കൊടുത്തൊരു വ്യക്തി, നല്ല അറിവ് കൊടുത്ത അമലോട് കൂടെയുള്ള ഇൽമ് കൊടുത്തൊരു വ്യക്തി. ഫഹുവ യബ്സുഹാ ഫിന്നാസ്, ആ അറിവ് ആളുകൾക്കിടയിൽ അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യബ്സുഹാ ഫിന്നാസ് വയുഅല്ലിമുഹ. ഇതേമാതിരി ആയെങ്കിൽ എന്ന് നമുക്ക് അസൂയ വെക്കാം. അള്ളാഹു അങ്ങനെ നമ്മൾ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. എന്നൊക്കെ അങ്ങനെ അസൂയ വെക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തട്ടെ എന്ന് ഞാൻ അള്ളാഹിനോട് തേടുകയാണ്. വറജുലുൻ ആതാഹുല്ലാഹു മാലൻ, അള്ളാഹു സ്വത്ത് കൊടുത്തൊരു മനുഷ്യൻ. ഫസല്ലത്തഹു അലാ ഹൽക്കത്തി, അങ്ങനെ ആ സ്വത്ത് അയാൾ കൊടുത്ത് നശിപ്പിക്കുകയാണ്. ഫിൽ ഹഖി, നല്ല കാര്യത്തിലല്ല, മോശപ്പെട്ട കാര്യത്തിലല്ല, നല്ല നല്ല കാര്യങ്ങളിൽ കൊടുത്ത് നശിപ്പിക്കുന്ന ഒരു മുതലാളി, ഒരു പൈസക്കാരൻ, അവനെ പോലെയും ആകാൻ വേണ്ടി നിങ്ങൾക്ക് അസൂയ വെക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതൊക്കെ ആവശ്യമാണ്. അള്ളാഹിൻ്റെ ഖദർ ഖദായിൽ ഇങ്ങനെ തൃപ്തിപ്പെട്ട് മിണ്ടാതെ നിൽക്കുക എന്നല്ല, നന്മകളിൽ നമ്മൾ മത്സരം കാണിക്കേണ്ടതുണ്ട്. ഇൽമു പഠിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാകണമെന്ന് ഞാൻ കൂടെ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ 5 വർഷത്തെ കോഴ്സുണ്ട് ശരിയ അക്കാഡമി. 5 കൊല്ലമാണ് പഠിക്കേണ്ടത്. കിതാബോധി പഠിക്കുക, ഇൽമു പഠിക്കുന്ന ആളെ പോലെ ആകണം. അസൂയ വെക്കണം. അസൂയാന ഭയങ്കര മോശപ്പെട്ട സ്വഭാവമല്ലേ. അമിൻ ഷദ്ദി ഹാസിദിൻ നിദാ ഹസദ്, ഖുർആനിലെ അവസാനത്തെ പദം അതാണ്. മിൻ ഷർരി നഫാസ മിൻ ഷർരി ഹാസിദിൻ നിദാ ഹസദ് മിനൽ ജിന്നത്തി വന്നാസ്, അല്ലേ? അവസാനത്തെ ആ സൂറത്തുകളിലുള്ള ഭാഗമാണത്. അസൂയക്കാരൻ അസൂയ വെക്കുമ്പോൾ അതിനോട്ട് അവൻ്റെ ശരണത്തോടെ ഞാൻ കാവനത്തോടുന്നു. അസൂയ വെക്കാൻ പറ്റിയ സാധനമാണ് അമലുള്ള ആലിമ്. അമലുള്ള ആലിമ്, അതിനാണ് ഹിക്മത്ത് എന്ന് പറയാം. അയാൾ ആ ഇൽമ് ഇങ്ങനെ ആൾക്കാർക്ക് കൊടുക്കണം. അത് ഒരു മുതലാളി കൊടുത്താൽ ഇൽമ് കൊടുക്കുന്നിടത്ത് എത്തൂല. അതിന് ജനങ്ങൾക്കിടയിൽ അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് ഓൺലൈനും ഓഫ്ലൈനൊക്കെ ഉണ്ടാവും, പ്രചരിപ്പിക്കാൻ നല്ല സുഖമാണ്. ഇന്നലെ എനിക്ക് പരിചയമില്ലാത്ത ഒരു ഉസ്താദ്
അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വോയിസ് ഇട്ടു. അപ്പോൾ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഒരു ഉസ്താദാണ്, ആരും എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. ആ ഉസ്താദെ ഞാൻ നിങ്ങളെ ബൈലാവി കേൾക്കലുണ്ട്, വലിയ സന്തോഷമുണ്ട്, നല്ല എളുപ്പമാണത് മനസ്സിലാക്കാനെന്നൊക്കെ പറഞ്ഞു. എനിക്ക് വലിയ റാഹത്തായി. കാരണം 8 കൊല്ലം മുമ്പ് ഓൺലൈനിൽ എടുത്തിട്ടൊരു ക്ലാസ്സാണ് അത്. ഒരാളിങ്ങനെ അന്ന് അയാൾ ചെറിയ കുട്ടിയായിരിക്കും, ഇപ്പോഴും ഉപകാരപ്പെട്ടുകൊണ്ടേ നിൽക്കുകയാണല്ലോ. അപ്പം ബൈലാവി എന്നൊക്കെ പറയുന്നത് കിതാബിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രയാസമുള്ള കിതാബാണ്. ഒരു കീറാമുട്ടിയാണ്, ഈ PG തലത്തിലൊക്കെ ഓതുന്നൊരു കിതാബാണ്. അന്നതിങ്ങനെ കുറച്ച് ആൾക്കാർ പറഞ്ഞപ്പെടുത്തിട്ടപ്പോൾ അപ്പോൾ അൽഹംദുലില്ലാ അതൊക്കെ അങ്ങനെ നമ്മൾ നിർത്തിയിട്ട് ആർക്കും എടുക്കണമെന്ന് അറിയില്ല. കുറച്ച് ആൾക്കാർ പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തു. അത് കേട്ട ആൾക്കാർ ആരൊക്കെ നമുക്കറിയില്ല. പക്ഷേ ഒരാളിങ്ങനെ സന്തോഷം അറിയിച്ചപ്പോൾ അൽഹംദുലില്ലാ. ഞാൻ ആളെ പേര് ചോദിക്കാൻ പോയിട്ടില്ല, നിങ്ങളാരാ നിങ്ങളേതാന്ന് ചോദിച്ചിട്ട്. നമുക്കിപ്പോൾ ഇൽമു പ്രചരിച്ചാൽ മതിയല്ലോ. അൽഹംദുലില്ലാ. അപ്പോൾ ഇൽമിൻ്റെ പ്രചാരകരായിട്ട് നിങ്ങളൊക്കെ മാറി ഇൽമു പഠിക്കാൻ വേണ്ടി നമ്മളൊക്കെ തയ്യാറാവുക. അപ്പോൾ ദ്വാരിക്കുക എന്നുള്ള എന്തല്ല അള്ളാഹു താലാൻ്റെ ഖദർ ഖലായിൽ തൃപ്തിപ്പെടുന്നതിന് എതിരല്ല. കാരണം ദ്വാരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എന്തായിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. അത് മനുഷ്യൻ്റെ താഴ്മ പ്രകടിപ്പിക്കാൻ. ഞാൻ ഒന്നുമല്ല, നമ്മൾ ആരോടാ പ്രാർത്ഥിക്കുക? ഏറ്റവും ഉന്നതനാണ് എന്ന് വിശ്വസിക്കുകയും ഞാൻ ഏറ്റവും താഴെയാണ് എന്ന് ഉറച്ച് കരുതുകയും ചെയ്യുന്ന ഒരാളല്ലേ ദ്വാരിക്കുക. അപ്പോൾ പടച്ചോനെ തരണേ 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 എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല, എല്ലാം നിൻ്റെ കയ്യിലാണ്, നീ തന്നിട്ട് വേണം എന്ന ഒരു ഇഫ്തിഖാർ, ഒരു താഴ്മ പ്രകടിപ്പിക്കലാണ് ദുആഇൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ദ്വാരിക്കണം എന്ന് പറഞ്ഞത്. ദാഹമുണ്ടായ വെള്ളം കുടിക്കണം എന്നറിയില്ല. ഇനിയിപ്പോൾ തവക്കുലിനെതിരല്ലല്ലോ വെള്ളം കുടിക്കൽ, മറിച്ച് വെള്ളം കുടിക്കലാണ് തവക്കുൽ എന്ന് പറയാറുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ദാഹം തീർക്കാൻ വേണ്ടി നിശ്ചയിച്ചൊരു മാർഗ്ഗമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ആ മാർഗ്ഗം നമ്മൾ സ്വീകരിക്കണം. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിത്തരാൻ, നമുക്ക് ചെയ്തു തരാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കാരണമാണ് ദുആ എന്നുള്ളത്. അപ്പോൾ നല്ല ദിക്ർ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കിട്ടും, ഹൃദയത്തിന് ഭക്തി കിട്ടും, അത് ഹൃദയത്തെ ശുദ്ധീകരിക്കും ദുആ കൊണ്ട്. അങ്ങനെയാണ് ഈ ദുആ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ മഗ്ഫിറത്തിന് വേണ്ടി ദ്വാരിക്കുക. അപ്പോൾ പാപങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി ദ്വാരിക്കുക. ദീനിയായ കാര്യങ്ങൾക്ക് സഹായം കിട്ടാവുന്ന എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ ദ്വാരക്കൽ അള്ളാഹുവിൻ്റെ ഖദർ കൊണ്ട് തൃപ്തിപ്പെടൽ തന്നെയാണ്. കാരണം അള്ളാഹുവിൻ്റെ ഖദർ ഖലാവിൻ്റെ ഭാഗമാണ് ദുആ എന്നുള്ളത്. പിന്നെ അപ്പോൾ അങ്ങനെ പാടില്ല എന്ന് പറയുന്നത് കുറേ ഉണ്ട്. ഇപ്പോൾ ഭക്ഷണം കുറ്റം പറയാൻ പാടില്ല, ഭക്ഷണത്തിന് ആക്ഷേപിക്കാൻ പാടില്ല, അള്ളാഹിൻ്റെ ഖലാവ് കൊണ്ട് തൃപ്തിപ്പെടുന്നതിനെതിരാണ്. നമ്മുടെ ഒരു അസുഖം വന്നാൽ എനിക്ക് പനിയാണോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ട് എടുക്കൽ, അത് അള്ളാഹിൻ്റെ ഖലാവിൽ തൃപ്തിപ്പെടുന്നതിനെതിരാണ്. ക്ഷമിക്കുക, അള്ളാഹിനോട് പറയാം, രോഗിക്ക് പറയാം, നോക്കുന്ന ആൾക്കാരോട് പറയാം, ഡോക്ടറോട് പറയാം. അതല്ലാതെ തൻ്റെ രോഗത്തെക്കുറിച്ച് അങ്ങനെ ആവരാതിയും വേവരാതിയും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്, അള്ളാഹിനോട് പറയുകയാണെങ്കിൽ അത് കുഴപ്പമില്ല, ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കൽ അത് മോശപ്പെട്ട പ്രവർത്തനമാണ്. ദരിദ്രനായ ഒരാൾ ദാരിദ്ര്യത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ഉള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു രാജ്യത്ത് ഒരു വസൂരിയോ അല്ലെങ്കിൽ പ്ലേഗോ കൊറോണയൊക്കെ വന്നാൽ ആ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അല്ലേ? അതിപ്പോൾ എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ ഖദർ ഖലാവിനത്തോട് ഓടി രക്ഷപ്പെടുക എന്ന രീതിയിലല്ലത്. ആ നാട്ടിൽ ആരോഗ്യമുള്ള ആളുകളൊക്കെ ഓടിപ്പോയാൽ അവിടുത്തെ രോഗികൾ കഷ്ടപ്പെടും എന്നതുകൊണ്ടാണ്. ഒക്കെ വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്യുമെന്ന് തോന്നുന്ന ഒരു രാജ്യത്തുനിന്ന് നമ്മൾ ഓടിപ്പോകണമെന്നാണ് നിയമം. അത് നമ്മൾ തെറ്റുകുറ്റങ്ങളിൽ അധികമായി വീഴുമെന്ന് കരുതിയിട്ടാണ്. ഒക്കെ അള്ളാഹിൻ്റെ മേൽ തവക്കുലാക്കി അവിടെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. പിന്നെ
ഈ വിഷയത്തിൽ ഒരുപാട് പറയാനുണ്ട്. ഞാനിപ്പോൾ ഒന്ന് അവസാനിപ്പിക്കുന്നതുകൊണ്ട് എവിടെയാണ് അവസാനിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ മഹബത്ത് എന്ന് പറഞ്ഞതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുഫിയാനു സൗരി റഹ്മഹുല്ല എന്താണ് മഹബത്ത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇത്തിബാഉ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ പിൻപറ്റലാണ് എന്നാണ് മൂപ്പര് നിർവചനം പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റി ജീവിക്കലാണ് മഹബത്തിൻ്റെ 1 നമ്പർ അടയാളം എന്ന് ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റഹ്മഹുല്ല താബീങ്ങളിൽ പ്രമുഖനാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇത്തിബാവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഞാനത് പറഞ്ഞത് രണ്ടും കൂടെ വേണമെന്ന് പറയാനാണ്. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹനെ കേട്ടില്ല നിങ്ങൾ? അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം എങ്ങനെയാണെന്ന് ചോദിച്ചു. പടച്ചവനോടുള്ള സ്നേഹത്തിൽ അറിയപ്പെട്ടാണ് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിനോട് നിങ്ങളെ സ്നേഹം എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇന്നി ലഉഹിബ്ബു ഹുബ്ബൻ ശദീദൻ, അള്ളാഹു റസൂലിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ അള്ളാഹിനോടുള്ള ഇഷ്ടം ഇങ്ങോട്ട് കൂടിയിട്ട് ഇപ്പോൾ എനിക്ക് വേറെ ആരോടും നിങ്ങളുടെ ഇഷ്ടം ഇങ്ങോട്ട് മനസ്സിലാകണില്ല എന്ന് പറഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് അർറിളാ അനില്ലാ വൽ ഹുബ്ബുൽ, അള്ളാഹിൻ്റെ കാര്യത്തിലൊക്കെ തൃപ്തിപ്പെടുക, അള്ളാഹുവിനെ സ്നേഹിക്കലാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മഹബത്ത് വെച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.